ഹലോ എവരി വൺ, വെൽക്കം ടു ലിറ്ററേച്ചർ അക്കാദമി. നമ്മുടെ പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ തുടർച്ചയാണ് പാർട്ട് 2, ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യനിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. ഹു റോട്ട് ഓറിയൻ്റലിസം? വളരെ ഫേമസ് ആയിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ തിയറിയുടെയൊക്കെ ഫൗണ്ടിങ് ടെക്സ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആരാണ് എഴുതിയത് എന്നാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. The 4 options given are Homi K. Bhabha, Edward Said, Gayatri Spivak, Frantz Fanon. And the right answer is the famous Palestinian American scholar Edward Said, option B. Question number 22. The author of The Second Sex, feminist criticism feminist theory pustakana. The right answer of question number 22 is option A, Simone de Beauvoir. She is a French feminist. Question number 23. The medium is the message. It's a very famous quote. Tharade quote aanu ennaanu choദിച്ചിരിക്കുന്നത്. The right answer is option B, Marshall McLuhan. Question number 24. The Rape of the Lock is written in. ഇപ്പോൾ താഴെ നിങ്ങൾക്ക് 4 മീറ്ററിൻ്റെ പേരാണ്, അതായത് ടെക്നിക്കൽ സൈഡുമായി ബന്ധപ്പെട്ട പോയട്രിയുടെ ടെക്നിക്കൽ സൈഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ പറയുന്നതിൽ ഏത് മീറ്ററിലാണ് റേപ്പ് ഓഫ് ദ ലോക്ക് എഴുതിയിട്ടുള്ളതെന്നാണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇറ്റ്സ് ക്വസ്റ്റ്യൻ നമ്പർ 24 ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഹീറോയിക് കപ്ലറ്റ് ആണ്. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി, ഹീറോയിക് കപ്ലറ്റ് ആണ്. ഇറ്റ്സ് എ മോക്ക് ഹീറോയിക് പോയം ബൈ അലക്സാണ്ടർ പോപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 25. Who is the author of The Mad Woman in the Attic? ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. ഓപ്ഷൻ എ, ജൂലിയ ക്രിസ്റ്റേവ. ഓപ്ഷൻ ബി, സാൻഡ്ര ഗിൽബർട്ട് ആൻഡ് സൂസൻ ഗുബാർ. ഓപ്ഷൻ സി, എലൈൻ ഷുവാൾട്ടർ. ഓപ്ഷൻ ഡി, ജൂഡിത്ത് ബട്ട്ലർ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സാൻഡ്ര ഗിൽബർട്ട് ആൻഡ് സൂസൻ ഗുബാർ. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു പ്രശസ്തമായിട്ടുള്ള ടെക്സ്റ്റ്, ജെയിൻ എയറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടെക്സ്റ്റാണ്. Question number 26. Which of these is a post-modern novel? Middlemarch, Ulysses, White Noise, and Hard Times are the example options given. The right answer is option C, White Noise. Question number 27. Who wrote Heart of Darkness? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മോഡേണിസ്റ്റ് നോവലാണ്, and it is written by Joseph Conrad, option B. Question number 28. The term intertextuality is associated with. താഴെ പറയുന്നതിൽ ആരാണ് ഇൻ്റർടെക്ച്വാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രൊപ്പൗണ്ട് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ജൂലിയ ക്രിസ്റ്റേവ. ദ ഫ്രേസ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, അഗെയിൻ മറ്റൊരു ടേമാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഇതാരാണ് കോയിൻ ചെയ്യുന്നത് എന്നാണ് പറയേണ്ടത്. എസ്ര പൗണ്ട്, മാത്യു അർണോൾഡ്, T.S. Eliot and W.B. Yeats are the option. The right answer is T.S. Eliot. Question number 30, the final question of this video. A room of one's own argues for option A, postmodernism. Option B, political rights. Option C, feminist literary space. Option D, surrealism. And the right answer is option C, feminist literary space. വെർജീനിയ വുൾഫിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ടെക്സ്റ്റാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു 10 ക്വസ്റ്റ്യനുകൾ അടങ്ങിയ ഒരു സെറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.